VCKയുടെ പ്രഥമ കൺവെൻഷൻ അടൂർ ടൂറിസ്റ്റ് ഹോം ഹാളിൽ നടന്നു. അതിന്റെ റിപ്പോർട്ടിലേക്ക്. മാർച്ച് 9 രാവിലെ 10 മണിക്ക് അടൂർ ടൂറിസ്റ്റ് ഹോം ഹാളിൽ VKCയുടെ കൊല്ലം പത്തനംതിട്ട സമ്മിശ്ര കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ ഉദ്ഘാടനത്തിന് മുമ്പ് അടൂർ ജംഗ്ഷനിലുള്ള അംബേദ്കർ പ്രതിമയെ പുഷ്പഹാരം അണിയിച്ച് ആദരിച്ച് സംസാരിച്ചു VCKയുടെ ദേശീയ സെക്രട്ടറി LM ചെഗുവേര. ഷെണായി തോമസ് അധ്യക്ഷനായ ചടങ്ങിൽ കേരളത്തിന്റെ സംസ്ഥാന കോർഡിനേറ്റർ രാജേഷും അനിൽ കൊല്ലവും സ്വാഗതം പറയുകയും ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് കടം എഴുതിത്തള്ളാൻ വേണ്ടി 8,853 കോടി രൂപ ഉമ്മൻചാണ്ടി സാറും പട്ടികാതി മന്ത്രി അനിൽകുമാർ സാറും കൂടെ അത് പാസ്സാക്കി. അതിൻ്റെ പേപ്പറിൽ എൻ്റെ കയ്യിലുണ്ട്. പാസ്സാക്കി ഉത്തരവിറക്കി. പക്ഷേ പിന്നീട് വന്ന ഇടതുപക്ഷക്കാര് ഒരു 5 പൈസ പോലും എഴുതിത്തള്ളിയിട്ടില്ല. ഇപ്പം എല്ലാവരും ജപ്തികളും പേപ്പറും വെച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അംബേദ്കർ പ്രതിമ നിർമ്മിച്ച കാവടി തങ്കപ്പൻ എന്ന വ്യക്തിയെ ദേശീയ സെക്രട്ടറി LM ചെഗുവേര പൊന്നാട അണിയിച്ച് ആദരിക്കുകയുണ്ടായി. இந்த தேசத்தையே மாற்றி அமைக்க முடியும்னு அம்பேத்கரே சாட்சி இருக்கு. அம்பேத்கர் ஒரு ஆள் மட்டும்தான் ஒட்டுமொத்த தேசத்தையுமே மாற்றிருக்கார். எல்லா தேசமே நமக்கு எதிராக இருக்கும்போது அவர் ஒரு ஆள் வந்து தான் இந்த தேசத்தையே மாற்றின ஒரு பெரிய மகான், பெரிய புரட்சியாளர், பெரிய மாமேதை, பெரிய உலக தலைவர் அம்பேத்கர் என்பதை அதை ஃபாலோ பண்ணுறவர்ன்றதுனால அந்த கோபத்தோடு வந்து சொன்னார். அவர் பேச முடியாது, படிக்கல, பேசல, அதெல்லாம் சொன்னாலும் கூட സംഘടനാ രൂപീകരണത്തെ പറ്റിയും തെരഞ്ഞെടുപ്പ് വിഷയം സംബന്ധിച്ചും പാർട്ടിയുടെ നിലപാടിനെ പറ്റിയും വിശദീകരിച്ചു. തിരുവനന്തപുരം കൂടാതെ കൊല്ലം ജില്ലയുടെ സംഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് VCK കൊല്ലം ജില്ലാ പ്രസിഡന്റ് മാത്യൂസ് പട്ടാഴി സംസാരിച്ചു. 100ഓളം അംഗങ്ങൾ പങ്കെടുത്ത കൺവെൻഷൻ വൈകുന്നേരം പിരിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.